നമസ്കാരം പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും മലയാള മനോരമ ശുഭദിനം പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. തീരുമാനം തെറ്റിയ വിറക് വെട്ടുകാരൻ ക്ഷീണിതനായി മരച്ചുവട്ടിൽ ഉറങ്ങുകയാണ്. ശക്തമായ കാറ്റുമൂലം മരച്ചില്ലകൾ ആടിയുലയുന്നുണ്ട്. അങ്ങനെ അയാളുടെ മുഖത്ത് വെയിലടിക്കാൻ തുടങ്ങി. ഇത് കണ്ട അരയന്ന നേരെ മുകളിൽ ചിറക് വിരിച്ചിരുന്ന് അയാളെ വെയിലിൽ നിന്ന് രക്ഷിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ താഴത്തെ കൊമ്പിൽ കാക്ക വന്നിരുന്നു. അത് വിറക് വെട്ടുകാരൻ്റെ മുഖത്തേക്ക് കാഷ്ടിച്ച ശേഷം പറന്നുപോയി. അസ്വസ്ഥതയോടെ എഴുന്നേറ്റ അയാൾ മുകളിലിരിക്കുന്ന അരയന്നത്തെയാണ് കണ്ടത്. അമ്പുപയോഗിച്ച് അതിനെ എയ്തു വീഴ്ത്തി. മരണത്തോട് മല്ലടിക്കുന്നതിനിടെ അരയന്നൻ ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് തണലേകുകയാണ് ചെയ്തത്. ആ കാക്കയാണ് കാഷ്ടിച്ചത്. പിന്നെന്തിനാണ് എന്നെ മുറിവേൽപ്പിച്ചത്? അയാൾ പറഞ്ഞു, കാക്ക വന്നയുടനെ പറന്നു പോകാതിരുന്നതാണ് നീ ചെയ്ത തെറ്റ്. കേടായ ആപ്പിൾ കൂട്ടത്തിൽ നിന്ന് എടുത്തു മാറ്റണം, ഇല്ലെങ്കിൽ അത് മറ്റുള്ളവയെയും നശിപ്പിക്കും. എടുത്തു മാറ്റാൻ ആളില്ലെങ്കിൽ രക്ഷപ്പെടാൻ ആഗ്രഹമുള്ളവരെല്ലാം സ്വയം തെന്നിമാറണം. മുൻവിധി നന്മയുടെ കാര്യത്തിലും പാടില്ല. സഹചാരികളെല്ലാം സന്മനസ്സുള്ളവരോ സുഹൃതം ചെയ്യുന്നവരോ ആകണമെന്നില്ല. ഓരോരുത്തരും തങ്ങളുടേതായ പെരുമാറ്റ ശൈലികളും സ്വഭാവ സവിശേഷതകളുമായാണ് സഞ്ചരിക്കുന്നത്. അവയിൽ ഉപയോഗപ്രദമായവയും ഉപദ്രവകരമായവയും ഉണ്ടാകും. നിരീക്ഷണ ബുദ്ധിയോടെ അവരെ സമീപിക്കുക മാത്രമാണ് പരിഹാരം. സ്വന്തം യാത്രകൾക്ക് ഉപകരിക്കുന്നവയെ സ്വീകരിക്കാനും അല്ലാത്തവയെ തിരസ്കരിക്കാനുമുള്ള സാമാന്യ ബോധമാണ് ഓരോ യാത്രയുടെയും ഗുണമേന്മയും തുടർച്ചയും തീരുമാനിക്കുന്നത്. എല്ലാ സൗഹൃദങ്ങളും എല്ലാവർക്കും ഉപകാരപ്പെടില്ല. പറവകൾക്ക് ഇഴജന്തുക്കൾ എത്ര പ്രയോജനകരമാകും? ജലത്തിൽ മാത്രം ജീവിക്കാൻ അറിയുന്നവരെ കരയിൽ മാത്രം ജീവിക്കാൻ അറിയുന്നവർ എങ്ങനെ സഹചാരികളാക്കും? ചെയ്ത കാര്യങ്ങൾ മാത്രമല്ല, ചെയ്യാതിരിക്കുന്ന കാര്യങ്ങളും അബദ്ധമാകും. ഉപേക്ഷിക്കേണ്ടവ ഉപേക്ഷിക്കാതിരിക്കുന്നതും എതിർക്കേണ്ടവ എതിർക്കാതിരിക്കുന്നതും മനസ്സമാധാനം കളയുന്നവയെ അകറ്റി നിർത്താത്തതും ആരോഗ്യം നശിപ്പിക്കുന്നവയെ നിഷേധിക്കാത്തതും അബദ്ധങ്ങൾ തന്നെയാണ്. ഒരു നിമിഷത്തെ തെറ്റായ തീരുമാനം മതി അതുവരെ സമ്പാദിച്ച എല്ലാ പദവിയും പെരുമയും അവസാനിക്കാൻ. ആത്മാവും ജീവനും നശിപ്പിക്കുന്നവരെ അകലെ തന്നെ തടഞ്ഞു നിർത്തണം. ഇന്നും നല്ലൊരു ദിവസമാണ്. നേരുന്നു ശുഭദിനം. സ്നേഹത്തോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഹിനായ. നന്ദി, നമസ്കാരം. വീണ്ടും കാണാം നാളെ ശുഭദിനവുമായി.